നമസ്കാരം. നമ്മളിന്ന് ജനുവരി മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ എൽഎൽബിയുടെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 3-4 ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ളത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ആ ദിവസവുമായി ബന്ധപ്പെട്ട തീം എന്നിങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജനുവരി എന്ന് പറയുന്ന മാസത്തെക്കുറിച്ചാണ്. ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട തീയതികൾ ഏതൊക്കെയാണ്, അതിൻ്റെ തീമുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ജനുവരിയെക്കുറിച്ച് പറയുമ്പോൾ ജനുവരിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. പക്ഷേ നമ്മളിവിടെ 8 ദിവസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 8 ദിവസങ്ങളെ മാത്രം നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ സോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ എൽഎൽബിയുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതിൽ നിന്ന് 2-3 ചോദ്യങ്ങളായിട്ട് 2-3 ദിവസങ്ങൾ ഇതിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിത് പരിശോധിക്കാം. ജനുവരി 1 എന്ന് പറയുന്നത് ഗ്ലോബൽ ഫാമിലി ഡേ ആണ്. ഗ്ലോബൽ ഫാമിലി ഡേ ആണ് ജനുവരി 1 എന്ന് പറയുന്നത്. ആഗോള കുടുംബ ദിനമാണ്. അതുപോലെ തന്നെ ജനുവരി 4 എന്ന് പറയുന്നത് വേൾഡ് ബ്രെയിലി ഡേ ആണ്. വേൾഡ് ബ്രെയിലി ഡേ ആണ് ജനുവരി 4 എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്രെയിലി ഡേയെ കുറിച്ച്. ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബ്രെയിലി എന്ന് പറയുന്ന ലിപി കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം ജനുവരി 4 ലോക ബ്രെയിലി ദിനമാണ്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമാണ്. ജനുവരി 9 എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിവസമാണ്. പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് 1915 ജനുവരി 9 തീയതിയാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ മഹാത്മാഗാന്ധി അത്തരത്തിൽ NRI ആയിരുന്ന, നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിരുന്ന മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന ദിവസത്തെയാണ് നമ്മൾ NRI ദിവസമായിട്ട് അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ 2022 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ യോഗം അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അതിനൊരു തീം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, തീമുകളും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പം 2022 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ തീം ആയിട്ട് വരുന്നത് കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് എന്നുള്ളതാണ്. ആത്മനിർഭർ ഭാരതിലേക്ക് സംഭാവന ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു തീമായിരുന്നു. കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് എന്നുള്ളതായിരുന്നു 2022 ജനുവരി 9 പ്രത്യേകത അല്ലെങ്കിൽ തീമായിട്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ജനുവരി 9 പ്രത്യേകതകൾ പറഞ്ഞു. അപ്പം ഇനി ജനുവരി 10 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക ഹിന്ദി ദിനമാണ്. ജനുവരി 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹിന്ദി ഡേ ആണ്. അതുപോലെ ജനുവരി 12 നോക്കുകയാണെങ്കിൽ നാഷണൽ യൂത്ത് ഡേ ആണ്. ഇതൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നാഷണൽ യൂത്ത് ഡേ, ദേശീയ യുവജന ദിനമാണ് ജനുവരി 12 എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇത്തരത്തിൽ ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1863 ജനുവരി 12 തീയതിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജനുവരി 12. 2022 ജനുവരി 12 തീം എന്ന് പറയുന്നത്, ആ ദിവസം നമ്മൾ ഏത് തീമിലാണ് ആചരിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് എന്നുള്ളതായിരുന്നു 2022 ദേശീയ യുവജന ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം നമ്മുടെ ഒരുവിധം ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. നാഷണൽ യൂത്ത് ഡേ എന്നാണ് എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ തീം. അപ്പം LLBയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും LLBയുടെ മുൻവർഷ ചോദ്യപേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. അതുപോലെ ജനുവരി 25 അടുത്തത് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ദേശീയ സമ്മതിദാന ദിനമാണ് അല്ലെങ്കിൽ വോട്ടർമാരുടെ ദിനമാണ് ജനുവരി 25 എന്ന് പറയുന്നത്. അത്തരത്തിൽ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ ഉണ്ടായിട്ടുള്ളൊരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് 1950 ജനുവരി 25 തീയതിയാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1950 ഈ ഒരു പറയുന്ന ജനുവരി 25 തീയതിയാണ്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ദേശീയ വോട്ടേഴ്സ് ദിനമായിട്ട് ജനുവരി 25 ആചരിക്കുന്നത്. 2022 വോട്ടേഴ്സ് ഡേയുടെ, നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് എലക്ഷൻ ഇൻക്ലൂസീവ്, ആക്സസിബിൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് എന്നുള്ളതാണ്. മേക്കിംഗ് എലക്ഷൻ ഇൻക്ലൂസീവ്, ആക്സസിബിൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് എന്നുള്ളതായിരുന്നു 2022 നാഷണൽ വോട്ടേഴ്സ് ഡേൻ്റെ തീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജനുവരി 26 പ്രത്യേകതയാണ് നോക്കുന്നത്. ജനുവരി 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ആണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം റിപ്പബ്ലിക്കായ ദിനമാണ് ജനുവരി 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം തന്നെയാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്.
1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. 1950 1950 ജാനുവരി 26-നാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ആ ദിവസമാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുമെല്ലാം റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള രാജ്യങ്ങളെയാണ്, അത്തരത്തിലുള്ള രീതി പിന്തുടരുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ റിപ്പബ്ലിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന ഈ ആശയം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ നിന്ന് കടമെടുത്തിട്ടാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും, അഥവാ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ ഈ പ്രൊവിഷൻ കടമെടുത്തിരിക്കുന്നത്. അപ്പം ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. എന്നാണ് ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26-ന്. ഇനി മറ്റൊരു ദിവസം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ജനുവരിയിലെ അവസാനത്തെ ദിവസമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ജനുവരി 30 അത് മാർട്ടയർ ഡേ ആണ്, അഥവാ രക്തസാക്ഷി ദിനമാണ്. എന്താണ് രക്തസാക്ഷി ദിനമായിട്ട് ജനുവരി 30 ആചരിക്കാനുള്ള കാരണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായിരുന്ന ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസമാണ്. ഗാന്ധിജി 1948 ജനുവരി 30-നായിരുന്നു വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിലെ ബിർള മന്ദിറിൽ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ഗാന്ധിജി കൊല ചെയ്യപ്പെടുന്നത്. ആ ദിവസമാണ് ജനുവരി 30 നമ്മുടെ രക്തസാക്ഷി ദിനമായിട്ട് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രധാനപ്പെട്ട 8 ദിവസങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.